ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നോമ്പ് രണ്ടാം നോമ്പാണല്ലോ ഇന്ന്. അപ്പോൾ നോമ്പാകുമ്പോൾ നമുക്ക് നല്ലൊരു സമാധാനവും സന്തോഷമൊക്കെ ആണല്ലോ. പിന്നെ അതാ മക്കൾക്ക് ഉള്ള അപ്പം ചുടാൻ കേട്ടോ. രാത്രി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, തലേന്നൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ മക്കൾക്കുള്ള അപ്പം ചുടാനായിട്ട് അരി അരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പം ചുടലും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മോന് സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെ അവൻ്റെ ഡ്രസ്സൊന്ന് അയൺ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം യൂണിഫോം ഉള്ളൂ കേട്ടോ. അപ്പോൾ ദിവസം അയൺ ചെയ്യണം. അത് സ്കൂളിലിട്ട് വന്നിട്ട് തന്നെ അങ്ങനെ അലക്കി വെക്കാറാണ്. എന്നിട്ട് ഉണങ്ങിയിട്ടത് പിറ്റേന്നൊന്ന് തേച്ച് കൊടുക്കലാട്ടോ. പിന്നെ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് വീതനയൊക്കെ ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ട്. നോമ്പാവുമ്പോൾ നമുക്ക് അടുക്കളക്കൊക്കെ ഒരു ഒഴിവാണല്ലോ, നല്ലൊരു നീറ്റ്നെസ് ആണല്ലോ അല്ലേ. അങ്ങനെ വീതനയൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഇത് എൻ്റെ ഉപ്പ കൊടുന്ന മൈക്കാണ് കേട്ടോ. അപ്പോൾ അസക്കുട്ടി ഇപ്പോൾ അവിടെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ചാർജർ എടുത്തിട്ട് അതൊക്കെ ഒന്ന് കുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ശരിയാക്കി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവൾ ചാർജറൊക്കെ വലിച്ചിട്ട് നിലത്തേക്ക് ഇടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ വേഗം ഞാനത് കുത്തിവെച്ചു. അങ്ങനെ ന്യൂസും അവിടെ ഓരോ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ അടിച്ചു വാരിയിട്ടിട്ടുണ്ട്. ഇന്നും തുടക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസമായിട്ട് എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ക്ലീൻ ചെയ്യാണ്ട്. അപ്പോൾ കുറേ ജോലികളുണ്ട്, മടക്കി വെക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. കുറേയൊക്കെ അവിടെ ഒരു ഭാഗത്ത് കൂട്ടി വെച്ചിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ പിന്നെ നമ്മൾ എവിടേക്കെങ്കിലും പോയി ഒരു ദിവസത്തിന് തന്നെ പോയി വന്നാൽ പിന്നെ നമുക്ക് ആ വീട് പിന്നെ നന്നായിട്ട് തന്നെ നല്ല ജോലി ഉണ്ടാവും കേട്ടോ. ഒരു ദിവസമാണെങ്കിൽ നമ്മളൊന്ന് മാറി നിന്നാൽ അതവിടെ കാണുമല്ലോ. പിന്നെ വെയിലിങ്ങനെ അരച്ച് വരുന്നുണ്ട്. തലേന്ന് നല്ല മഴ ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അവിടെ മഴ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ.